ഓരോ നാടിനും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കുമല്ലേ. അതുപോലെ തന്നെ കോഴിക്കോടിനെ കോഴിക്കോടാക്കി മാറ്റുന്ന സ്ഥലങ്ങളിലൊന്നാണ് തളി പരിസരവും അതുപോലെ തന്നെ പാളയം പച്ചക്കറി മാർക്കറ്റും. ക്ഷേത്ര പരിസരമായതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളാണ് ഈ തെരുവിൽ കൂടുതലുമായിട്ടുള്ളത്. രാവിലെ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ അത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. പൂജാ സാധനങ്ങളും പൂക്കളും അതുപോലെ തന്നെ ഒരു അമ്പലത്തിലേക്കോ പൂജയ്ക്കോ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും കേട്ടോ. കടകൾക്ക് പുറമെ ഇതുപോലെ തെരുവ് കച്ചവടങ്ങൾ ചെയ്യുന്നവരും ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കൂട്ടുന്നതിന് എല്ലാം തന്നെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തളി തെരുവിനോട് ചേർന്ന് തന്നെ നമുക്ക് പച്ചക്കറി മാർക്കറ്റ് തുടങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. രാവിലത്തെ കച്ചവടത്തിൻ്റെ തിരക്കാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറികളും പച്ചക്കായകളും പഴങ്ങളും എന്നുവേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. സാധാരണ പാളയം പച്ചക്കറി മാർക്കറ്റ് എന്ന് കോഴിക്കോട്ടുകാർ പറയുമെങ്കിലും ഇവിടെ പച്ചക്കറി മാത്രമല്ല കേട്ടോ ഉള്ളത്. പഴങ്ങളും പച്ചക്കറികളും മലഞ്ചരക്കുകളും അങ്ങനെയുള്ള വിഭവങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാവും. ചരിത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് പാളയം മാർക്കറ്റ്. പണ്ട് സാമൂതിരിയുടെ കാലഘട്ടത്തിൽ സൈനിക താവളമായിരുന്നു ഇവിടം. അങ്ങനെയാണ് ഇതിന് പാളയം എന്ന് പേര് വന്നത്. പിന്നീട് ഇത് ഒരു വ്യാപാര കേന്ദ്രമായിട്ട് വികസിച്ച് വരികയായിരുന്നു. പാളയം മാർക്കറ്റിനോട് ചേർന്ന് തന്നെയാണ് കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡായ പാളയം ബസ് സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് കോഴിക്കോടിൻ്റെ സ്പന്ദനമായിട്ടുള്ള പാളയം മാർക്കറ്റിലൂടെ ഒന്ന് നടന്നു നോക്കാം കേട്ടോ. തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് കൂടുതലായിട്ടും സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അതിരാവിലെ തന്നെ സാധനങ്ങളുമായിട്ടുള്ള ലോറികൾ ഇവിടെ എത്തിച്ചേരും കേട്ടോ. അതൊക്കെ കണ്ട് ഇതിലേക്ക് നടക്കുന്നത് തന്നെ മനസ്സിന് ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിനും എന്നെപ്പോലെയുള്ള ഒരു തുടക്കക്കാരന് അതൊരു പ്രോത്സാഹനമായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും തരണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ വണക്കം.